സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കണമെന്ന് വാദിച്ച നടൻ ജഗദീഷ് തന്നെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വൈകിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തൽ. ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സംവിധായകൻ ജോസ് തോമസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വാർത്താ സമ്മേളനം നടത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷാണ് എന്ന് ജോസ് തോമസ് വ്യക്തമാക്കി. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മമ്മൂട്ടിയും മോഹൻലാലും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു. ഫെഫ്കയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്താനായിരുന്നു ആലോചിച്ചത്. എന്നാൽ ജഗദീഷിന്റെ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം മാറ്റിയത് എന്നും ജോസ് തോമസ് പ്രൈം ഡിബേറ്റിൽ വെളിപ്പെടുത്തി. ജഗദീഷ് പിന്നീട് നിലപാട് മാറ്റിയെന്നും ജോസ് തോമസ് പറഞ്ഞു. അമ്മയിലെ ചിലരുടെ എതിർപ്പാണ് സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നതിന് തടസ്സമായത് എന്ന് ഫെഫ്ക. മഹാന്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന സത്യ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു. നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം, ഇത്രയേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, ജഗദീഷാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അങ്ങനെ ചെയ്യരുത്. ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാനല്ല, ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ്. അടിപൊളി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.